കേരളത്തിൽ ഇടവപ്പാതി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് രണ്ട് തരം കാലവർഷമുണ്ട്. ഒന്ന് ഇടവപ്പാതിയും മറ്റത് തുലാവർഷവുമാണ്. ഇടവപ്പാതി ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയും തുലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെയുമാണ്. ഈ പീരീഡുകളിൽ കേരളത്തിലെ കൃഷി പ്രതികൂലമായും അനുകൂലമായും ബാധിക്കും. പ്രതികൂലമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, ആ സമയത്ത് നമുക്ക് എങ്ങനെ കൃഷിമുറകൾ അവലംബിക്കാം, രോഗങ്ങളും കീടങ്ങളും എങ്ങനെ തടയാം എന്നിവയെക്കുറിച്ച് ഒരു സംവാദത്തിനാണ് നമ്മളോട് എത്തിയിട്ടുള്ളത് ശ്രീ പ്രമോദ് മാധവൻ സാറാണ്. സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. കേരളത്തിലുടനീളം കൃഷിയുടെ വിത്ത് മുതൽ വിപണി വരെ എല്ലാ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നതാണ് സാറ് കൃഷി ഡയറക്ടറേറ്റിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് നിലവിൽ ജോലി ചെയ്തു വരുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും കേരള കർഷകനിലൂടെയും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ കേരയുടെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം സാർ. കേരളത്തിൽ ഇടവപ്പാതി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റിനേക്കാളും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ്. കാരണം കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ട്, പിന്നെ ഇടതടവില്ലാത്ത മഴയുണ്ട്. അപ്പം നമ്മുടെ വിളകളെ കൂടുതലായിട്ട് പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ കർഷകർ അനുവർത്തിക്കേണ്ട കൃഷി രീതികൾ, പിന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, രോഗം ഏതൊക്കെയാണ് വരുന്നത്, കീടങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്, അപ്പോൾ അതിനെ തടയാൻ എന്തെല്ലാം ചെയ്യണം, വിശദമാക്കാമോ സാർ? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ കേരളം അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ കൃഷി എന്ന് പറയുന്നത് ഏതാണ്ട് മഴയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നാണ്. നമുക്ക് ഇറിഗേഷൻ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ പോലും മഴയെ ആശ്രയിച്ച് ചെയ്യുന്നൊരു റെയിൻഫെഡ് കൃഷി രീതിയാണ് കേരളത്തിൽ പൊതുവേ ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മഴക്കാലമാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയുന്ന ഈ ഇടവപ്പാതി. അപ്പോൾ ഇടവപ്പാതി നമ്മൾക്ക് ചെയ്യുന്ന കുറേയധികം അനുഗ്രഹങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന വെല്ലുവിളികളുമുണ്ട്. അപ്പോൾ ഒരു വർഷം 3000 മില്ലിമീറ്റർ മഴ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥലത്ത് ആ വെള്ളം ഒഴുകിപ്പോകാതെ നിൽക്കുകയാണെങ്കിൽ 3 മീറ്റർ പൊക്കത്തിൽ വെള്ളം നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം മഴവെള്ളം ഒരു യൂണിറ്റ് ഏരിയയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം നീർവാർച്ച ശരിയല്ല എങ്കിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ വേരുകൾ, മണ്ണിൽ ആഴ്ന്നു നിൽക്കുന്ന വേരുകൾക്ക് ഈ നീർവാർച്ച ശരിയായിട്ട് വന്നില്ലെങ്കിൽ ശ്വാസമുട്ടലുണ്ടാകും, ഓക്സിജൻ്റെ ലഭ്യത കുറയും മണ്ണിൽ. അപ്പോൾ വേരുകൾക്ക് എനറോബിക് സിറ്റുവേഷൻ എന്ന് പറയും, ഓക്സിജൻ ഇല്ലാത്തൊരു സാഹചര്യം മണ്ണിലുണ്ടാകുമ്പോൾ അത് അതിൻ്റെ റൂട്ട് ഹെൽത്ത്, വേരിൻ്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ജലനിർഗമനം അല്ലെങ്കിൽ നീർവാർച്ച കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, ഈ അമിതമായ മഴ ഒരു യൂണിറ്റ് ഏരിയയിൽ വീഴുമ്പോൾ ഈ മഴവെള്ളം ഒന്നുകിൽ സൈഡിലേക്ക് ഒലിച്ചു പോകണം, അല്ലെങ്കിൽ താഴേക്ക് കിനിഞ്ഞിറങ്ങണം. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണെങ്കിലും ഇതിനോടൊപ്പം മണ്ണൊലിപ്പ് സംഭവിക്കാം. മണ്ണൊലിപ്പ് മാത്രമല്ല, ഈ മണ്ണിലുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങൾ ലീച്ച് ചെയ്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ ശരിയായി പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ മഴവെള്ളത്തോടൊപ്പം തന്നെ വൈറ്റലായിട്ടുള്ള പ്ലാന്റ് ന്യൂട്രിയൻസും കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃഷിക്കാരൻ ആ ഒരു കാര്യത്തിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്ന്, ഈ മഴക്കാലത്തിനിടയ്ക്ക് കുറച്ച് വെയിൽ പലപ്പോഴും കിട്ടും നമുക്ക്. അപ്പോൾ ആ വെയിലത്ത് ഈ വെള്ളം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെ ആർദ്രത വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇടവിട്ട് മഴയും വെയിലും കിട്ടുന്നൊരു സാഹചര്യത്തിൽ ഈ കുമിൾ രോഗങ്ങൾ അല്ലെങ്കിൽ ഫംഗൽ രോഗങ്ങൾ കൂടുതലാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രതിരോധം തീർക്കുക എന്നുള്ളതും കൃഷിക്കാരൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. മറ്റൊരു കാര്യം, ഈ മഴയോടൊപ്പം വരുന്ന കാറ്റും ഇടിയും മിന്നലും ഒക്കെ തന്നെ വാഴ പോലെയുള്ള, റബ്ബർ പോലെയുള്ള വിളകൾക്കൊക്കെ വലിയ കൃഷിനാശം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ നീർവാർച്ചയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ,
ഈ മണ്ണൊലിപ്പും പോഷക ശോഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഫംഗസ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, കാറ്റുകൊണ്ടും ഇടിമിന്നൽ കൊണ്ടുമൊക്കെ വിളനാശം ഉണ്ടാകാനുള്ള സാധ്യത, ഇതൊക്കെ തന്നെ കൃഷിക്കാരൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സാർ ആദ്യം പറഞ്ഞല്ലോ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്, ഒലിച്ചു പോകുന്നുണ്ട്. അപ്പം രാസവളം ഒലിച്ചു പോവുകയും മണ്ണിൻ്റെ പോഷകം ഒലിച്ചു പോയാൽ നമുക്ക് തടയാൻ മാർഗങ്ങളുണ്ടോ? അപ്പം ഒലിച്ചു പോകുന്ന അതിന് മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മണ്ണിൻ്റെ ആരോഗ്യം അത് വളരെ നല്ലൊരു വാക്കാണ്. സോയിൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം പലപ്പോഴും പല കൃഷിക്കാർക്കും അത്ര ശരിയായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ സോയിൽ ഹെൽത്ത് എന്ന് പറയുന്നത്, മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഒരു സംവിധാനമാണ്. അതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ധാതുക്കൾ, ജൈവപദാർത്ഥങ്ങൾ, മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികൾ, ഇതെല്ലാം അടങ്ങുന്നൊരു ലിവിങ് സിസ്റ്റമാണ് മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ണ് എപ്പോഴും ആരോഗ്യമുള്ളതാക്കി നിലനിർത്തുക എന്നുള്ളതാണ് ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ മഴക്കാലം നമുക്കറിയാം, കൃത്യമായിട്ടുള്ള ഒരു മൺസൂൺ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകർ. അപ്പോൾ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങൾ കൃഷിക്കാരൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജലനിർഗമനം സുഗമമാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും വാഴ, ഇഞ്ചി പോലെയുള്ള വിളകളിൽ ഒരല്പം മാത്രമെങ്കിലും വെള്ളം മണിക്കൂറുകളോളം നിന്ന് കഴിഞ്ഞാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ വേരുകൾക്ക് നാശമുണ്ടാവാം. അപ്പോൾ കൃഷിക്കാരൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും തൊഴിലുറപ്പിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി അവർക്ക് നീർച്ചാലുകൾ നേരത്തെ തന്നെ ശരിയാക്കി വെക്കാം. അപ്പം വെള്ളം കെട്ടി നിൽക്കാതെ അത് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള, അതുപോലെ തന്നെ ഈ മഴത്തുള്ളികൾ ശക്തിയായിട്ട് മണ്ണിൽ വന്ന് പതിക്കുമ്പോൾ മണ്ണ് ഇളകി വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഈ കരിയിലകൾ, ജൈവവസ്തുക്കൾ പോലെയുള്ള സംഗതികൾ കൊണ്ട് ചെടിത്തടങ്ങളിലും മറ്റിട സ്ഥലങ്ങളിലുമൊക്കെ മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ ചെയ്യുന്നത് നല്ലൊരു പ്രതിരോധ മാർഗമാണ്. അപ്പോൾ ചരിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ആ ചരിവിനനുസരിച്ച് കല്ല് കയ്യാലകളോ മണ്ണ് കയ്യാലകളോ ഒക്കെ ഉണ്ടാക്കി അതിനെ ശക്തിപ്പെടുത്തി, ബണ്ടിനെ ശക്തിപ്പെടുത്തി അകത്തേക്ക് പ്ലാറ്റ്ഫോം ചരിച്ച് വെട്ടി ഈ വെള്ളം ഒരല്പം പോലും തൻ്റെ തോട്ടത്തിൽ നിന്നും പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ക്രമീകരണങ്ങൾ നേരത്തെ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം അമിതമായി വരുന്ന വെള്ളം ശരിയായ ദിശയിൽ അത് ഒഴുകി പോകാതെ ഏതെങ്കിലും ഒരു ജലസംഭരണിയിൽ അത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഭൂഗർഭജലത്തിലേക്ക് അത് കിനിഞ്ഞിറങ്ങിക്കൊള്ളും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം സംഭരിക്കാനും ആവശ്യത്തിൽ കവിഞ്ഞുള്ള വെള്ളത്തെ ഒഴുക്കി വിടാനും ഈ മണ്ണൊലിപ്പ് തടയുന്നതിന് ഭൂമിയുടെ ചരിവിന് കുറുകെ തടസ്സങ്ങൾ ഉണ്ടാക്കി വെള്ളത്തെ താഴേക്ക് കിനിഞ്ഞിറങ്ങാനുള്ള ക്രമീകരണങ്ങളുമൊക്കെയാണ് ഈ മണ്ണാരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ മുൻകരുതലായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ പ്രധാനപ്പെട്ട വിളകളിൽ ഒന്നാണ് നെല്ല്. നെൽകൃഷി ശരിക്കും കാലവർഷം എത്ര വന്നാലും കുറച്ചെങ്കിലും വെള്ളക്കെട്ടുണ്ടെങ്കിലും അനുയോജ്യമായ ഒരു കൃഷിയാണ് നെൽകൃഷി. പക്ഷേ എന്നാലും അതിവർഷവും ഹ്യൂമിഡിറ്റിയും ഒക്കെ കൂടുന്ന സമയത്ത് നെൽകൃഷിയിൽ കൂടുതലായിട്ട് ചില രോഗങ്ങളും കീടങ്ങളും കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്നും അതെങ്ങനെ നമുക്ക് തടയാമെന്നും മുന്നൊരുക്ക പ്രതിവിധികൾ എന്താണെന്നും സാറിനൊന്ന് പറഞ്ഞു തരും. ഭാഗ്യവശാൽ വെള്ളക്കെട്ടിനെ ചെറുക്കുന്ന ഒരു കാർഷിക വിളയാണ് നെല്ല്. അപ്പം നെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വെള്ളക്കെട്ടിലും വളരും, കരയിലും വളരും, ഏതുതരം മണ്ണിലും വളരാനുള്ള ഒരു പ്രകൃതിദത്തമായൊരു സംവിധാനം നെല്ലിൻ്റെ ഫിസിയോളജിയിലും മോർഫോളജിയിലും ഉണ്ട്. അപ്പോൾ നെൽകൃഷി, നമ്മൾ ഒന്നാം വിള നെൽകൃഷി, വിരിപ്പ് കൃഷിയുടെ സമയമെന്ന് പറയുന്നത് ഏതാണ്ട് കാലവർഷവുമായിട്ട് കോയിൻസീഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് വിതയ്ക്കുന്ന രീതിയിലും വിരിപ്പ് കൃഷി ചെയ്യാറുണ്ട്, നടുന്ന രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് നടുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് വേണ്ടത്ര വെള്ളം വേണം താൻ. കാരണം ഈ മണ്ണ് പൂട്ടിയടിച്ച് നല്ല പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മഴവെള്ളത്തിൻ്റെ ആവശ്യവുമുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരുപാട് വെള്ളം പാടങ്ങളിൽ വന്ന് മറിഞ്ഞ് അത് കവിഞ്ഞ് പോകുമ്പോൾ ഈ മണ്ണിലുള്ള മൂലകങ്ങൾ ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് തടയാനും അത്ര എളുപ്പമല്ല. അപ്പോൾ കൃഷിക്കാരൻ ചെയ്യേണ്ടത് ഒന്ന്, ഈ മണ്ണിൻ്റെ ജൈവാംശം നിലനിർത്തുന്നതിന് വേണ്ടി, ഈ നെൽപ്പാടത്തെ ജൈവാംശം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് നമുക്ക് 20 കിലോയെങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി അല്ലെങ്കിൽ തത്തുല്യമായ അളവിലുള്ള
പച്ചില വളങ്ങളോ ഒക്കെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വയലുകളിൽ നിന്നും ഈ വെള്ളക്കെട്ട് മൂലം മൂലകങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ മണ്ണിൻ്റെ ജൈവാംശത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശിത അളവിലുള്ള ജൈവവളങ്ങളുടെ പ്രയോഗമാണ് ഒന്ന്. 2, മണ്ണിൻ്റെ പുളിപ്പിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മഴ കൂടുന്നതിനനുസരിച്ച് മണ്ണിലെ കാറ്റയോൺസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാറ്റയോൺസ്, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം പോലുള്ള മൂലകങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മണ്ണ് കൂടുതൽ അസിഡിക് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് കുമ്മായ വസ്തുക്കൾ നേരത്തെ നിലമൊരുക്കുമ്പോൾ തന്നെ 1 സെൻറ്റ് സ്ഥലത്തേക്ക് നമുക്ക് 2.5 കിലോഗ്രാം കുമ്മായം കൊടുക്കണമെന്നാണ് ശുപാർശ. അതിൻ്റെ പകുതി കുമ്മായം ഈ നിലമൊരുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് ഒരു 72 മണിക്കൂറെങ്കിലും പൂട്ടിയടിച്ച് ആ വെള്ളം കെട്ടി നിന്നതിന് ശേഷം അത് ഒഴുക്കി കളയുമ്പോൾ മണ്ണിൻ്റെ അസിഡിറ്റിയും ക്രമീകൃതമാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്ലാന്റ് ഡെൻസിറ്റി. നമ്മളൊരു പറിച്ചു നടുമ്പോഴോ അല്ലെങ്കിൽ വിതയ്ക്കുമ്പോഴോ ഒരുപാട് ചെടികൾ, യൂണിറ്റ് ഏരിയയിൽ ഒരുപാട് ചെടികൾ വരുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അകലം കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. 2 വരികൾ തമ്മിലും ഒരു വരിയിലെ 2 നുരികൾ തമ്മിലുമുള്ള കൃത്യമായ അകലം പാലിക്കുന്നത് എപ്പോഴും കീടങ്ങളും രോഗങ്ങളും കുറയ്ക്കാനുള്ളൊരു വഴിയാണ്. അപ്പം ഇത് അകലം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെനച്ച് തിങ്ങി നിറയുമ്പോൾ അതിലിടയിലുള്ള സൂര്യപ്രകാശ ലഭ്യത, വായു സഞ്ചാരമൊക്കെ കുറയുന്നത് കൊണ്ട് ഈ ഷീത്ത് റോട്ട്, പോള അഴുകൽ, ഷീത്ത് ബ്ലൈറ്റ്, ബ്ലാസ്റ്റ്, ബ്രൗൺ സ്പോട്ട് ഇങ്ങനെയുള്ള കുമിൾ രോഗങ്ങളും ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ അകലത്തിൽ ഞാറുകൾ പറിച്ചു നടുക എന്നുള്ളതാണ് കൃഷിക്കാരൻ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന നമ്മളുടെ പിത്ര ബാക്ടീരിയ, അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ മഴ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഇലകളിൽ തളിക്കുന്നത് ഈ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. പിന്നെ പാടത്തേക്ക് വെള്ളം ഇറങ്ങുന്ന ഭാഗത്ത് ബ്ലീച്ചിങ് പൗഡർ കിഴികെട്ടി ഒരു കുറ്റിയിൽ കെട്ടി അവിടെ ഇടുന്നത് ആ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിൽ എന്തെങ്കിലും രോഗാണുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബ്ലീച്ചിങ് പൗഡറുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അതിനെ നിയന്ത്രിച്ചുകൊള്ളും. അപ്പോൾ വെള്ളത്തിൻ്റെ ആ കയറ്റിറക്കങ്ങൾ ക്രമീകരിക്കുക, ഈ സ്യൂഡോമോണാസ് പോലെയുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക, ശരിയായ അകലത്തിൽ നടുക, ഇടയ്ക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുക. ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് എന്ന് പറയും. അപ്പം മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അനിറോബിക് സാഹചര്യമാണ് ഉണ്ടാകുന്നത്, ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യം. അതേസമയം വെള്ളം ഇറക്കി വിടുമ്പോൾ അത് എയ്റോബിക് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറും. അപ്പം മണ്ണിനെ ഇടവിട്ടിടവിട്ട് എയ്റോബിക്കും അനീറോബിക്കും ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ കൗണ്ട് കുറയാതെ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് കൃഷിക്കാരന് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന, അതായത് മൊത്തം ക്രോപ്ഡ് ഏരിയയിൽ 30% കൂടുതൽ അതിനടുത്തോ ഉള്ളതാണ് തെങ്ങ്. ഈ ഇടവപ്പാതി സമയത്ത് തെങ്ങിന് വരുന്ന ഒരു വലിയ മാരകമായ രോഗമാണ് കുമ്പുചീയൽ അഥവാ ബഡ്രോട്ട്. പ്രത്യേകിച്ച് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ രോഗം ആ തെങ്ങിനെ പൂർണ്ണമായി നശിപ്പിക്കും. അപ്പോൾ ഈ ഇടവപ്പാതിയിൽ കുമ്പുചീയൽ രോഗം അത് നമുക്ക് എങ്ങനെ തടയാം? കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അധികം കാണുന്നുണ്ട്. കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ ഇടവപ്പാതി കൂടുതലായിരിക്കും. അവിടെ കൂടുതലായും കാണപ്പെടുന്നു. പിന്നെ കേരളം മൊത്തത്തിൽ കുമ്പുചീയൽ രോഗം കാണുന്നു. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്താണ്? കാരണം ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞ് ചികിത്സിച്ചാൽ മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിവിധി, അതോടൊപ്പം തെങ്ങിന് ഈ സമയത്ത് ചെയ്യേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്നും തടമെടുക്കുന്നതും മറ്റ് കൃഷിപ്പണികൾ ഏതൊക്കെയാണെന്ന് വിശദമാക്കാം. കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ് തെങ്ങ്. ഏതാണ്ട് 8 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് കേരളത്തിൽ തെങ്ങ് കൃഷി. അപ്പം അതിൽ വാണിജ്യാടിസ്ഥാനത്തിലും വീട്ടുവളപ്പിലെ കൃഷി എന്നുള്ള നിലയിലും തെങ്ങ് ഏറ്റവും സവിശേഷമായ ഒരു കാർഷിക വിളയാണ്. കേരളത്തിൻ്റെ പേര് പോലും തെങ്ങിൽ നിന്നാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തെങ്ങ് പ്രത്യേകമായിട്ടുള്ള പരിചരണം ആവശ്യമുള്ളൊരു വിളയാണ്, ഒരു തോട്ടവിളയാണ് യഥാർത്ഥത്തിൽ. പലപ്പോഴും നമ്മൾ ആ ബഹുമാനവും ആ ഗൗരവവും ഒന്നും പലപ്പോഴും തെങ്ങിന് കൊടുത്ത് കാണാറുമില്ല. അപ്പോൾ തെങ്ങിന് ഏറ്റവും പ്രധാനമായിട്ട് ഈ മഴക്കാലത്ത് ചെയ്യേണ്ടത് ജലസംരക്ഷണ പ്രവർത്തനങ്ങളാണ്. അപ്പം ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, തെങ്ങിന് കാലവർഷം അകത്തും തുലാവർഷം പുറത്തും എന്ന് പറയും. അപ്പോൾ കാലവർഷ മഴ മുഴുവൻ തെങ്ങിൻ്റെ തടത്തിനകത്ത് പെയ്യണമെന്നാണ്.
ഇപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നും ഒരു 1.25 മീറ്റർ വ്യാസാർത്ഥത്തിൽ തടമെടുത്തു കഴിഞ്ഞാൽ ആ മഴവെള്ളം മുഴുവൻ തെങ്ങിൻ്റെ തടത്തിലേക്ക് തന്നെ കിനിഞ്ഞിറങ്ങും. അത് ഏതാണ്ട് 1.25 മീറ്റർ വരെയുള്ള ഭാഗത്ത് തെങ്ങിൻ്റെ വേരുകൾ ഗണ്യമായി ഉള്ള സ്ഥലമാണ്. അതുപോലെ തുലാവർഷം പുറത്ത് പെയ്യണമെന്നാണ്. അതായത് തുലാവർഷം തീരുന്നതിന് മുമ്പ് തന്നെ ഈ തടത്തിൽ വളമെല്ലാം ഇട്ട് കരിയിലയും ചപ്പ് ചവറുകളും തെങ്ങിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം ഇട്ടതിന് ശേഷം തടം കിളച്ച് ആ കിളച്ച തടത്തിൻ്റെ പുറത്തേക്കായിരിക്കണം തുലാവർഷം പെയ്യേണ്ടതെന്നാണ്. അപ്പം കാലവർഷം അതിൻ്റെ ഡീപ്പർ ആഴത്തിൽ മണ്ണിനെ കുതിർക്കുകയും തുലാവർഷം അതിൻ്റെ ഉപരിതലത്തിൽ വെള്ളം സ്പോഞ്ച് പോലെ പിടിച്ചു നിൽക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് കൃഷിക്കാർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ഇന്നത്തെ കാലത്തൊരു ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു കാര്യമാണ് തടം തുറക്കുക എന്നുള്ളത്. പക്ഷേ അത് അനിവാര്യമായൊരു കാര്യമാണ് എന്നുള്ളതാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. 2, ഇതിന് ആവശ്യമായിട്ടുള്ള മൂലക പരിപാലനമാണ്. അപ്പോൾ ഒരു തെങ്ങ് ശരാശരി നമുക്കൊരു 80 മുതൽ 100 തേങ്ങ വരെ ഒരു വർഷം തരുന്ന ഒരു നിലവാരത്തിലേക്ക് തെങ്ങിനെ എത്തിക്കുക എന്നുള്ളതാണ് കൃഷിക്കാരൻ്റെ വെല്ലുവിളി. അപ്പം നല്ല തെങ്ങിന് 40 മടൽ എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അതായത് ഓരോ മാസവും ഓരോ ഓല എന്നുള്ള കണക്കിനാണ് തെങ്ങിന് വരേണ്ടത്. അപ്പോൾ 3 കൊല്ലത്തെ ഓലകൾ കൊഴിഞ്ഞു പോകാതെ ആ തെങ്ങിൽ നിൽക്കുകയാണെങ്കിൽ 36 ഓല ഓരോ തെങ്ങിലും ഉണ്ടാകും. അപ്പോൾ ഓരോ ഓലയുടെ കക്ഷത്തും ഒരു പൂങ്കുലയും ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യം വളപ്രയോഗത്തിലൂടെയും പരിചരണത്തിലൂടെയും കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കൃത്യമായ വളപ്രയോഗം ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തടമെടുത്തതിന് ശേഷം 1 കിലോഗ്രാമെങ്കിലും കുമ്മായ വസ്തുക്കൾ, ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായപ്പൊടി ഈ തടത്തിൽ വിതറുക എന്നുള്ളതാണ്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം സാധാരണ വിളവുള്ള തെങ്ങാണെങ്കിൽ ഒരു 50 തേങ്ങയിൽ താഴെയാണ് വാർഷിക വിളവെങ്കിൽ ഒരു 25 കിലോഗ്രാം അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും 5 കിലോ വേപ്പിൻ പിണ്ണാക്കും കൊടുക്കാനാണ് നമ്മളുടെ ശുപാർശ. അപ്പോൾ അതിൽ കൂടുതൽ തേങ്ങ കിട്ടുന്ന തെങ്ങുകൾക്കാണെങ്കിൽ 50 കിലോഗ്രാം വരെ ജൈവവളങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇത് പച്ചില വളങ്ങൾ ചേർക്കുന്നതിലൂടെയും നമുക്കൊരു പരിധി വരെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാം. തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ തെങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ ചേർത്ത് കൊടുക്കുക, പിന്നെ പയർ വിതച്ച് അത് പൂക്കുന്ന സമയത്ത് പറിച്ച് തെങ്ങിൻ്റെ ചോട്ടിൽ വെച്ച് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെയും ഈ ജൈവവളത്തിൻ്റെ ആവശ്യകത നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കൃത്യമായിട്ട് NPK വളങ്ങൾ, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കിട്ടത്തക്ക രീതിയിലുള്ള വളങ്ങൾ കൊടുക്കണം. അത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് 10:5:20 എന്ന് പറയുന്ന കോക്കനട്ട് മിക്സ്ചറോ അല്ലെങ്കിൽ യൂറിയ, മസൂറി, ഫോസ്, പൊട്ടാഷ് എന്ന് പറയുന്ന നേർവളങ്ങൾ മിശ്രിത വളങ്ങളാക്കിയിട്ടോ തെങ്ങിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര വിളവ് കിട്ടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു 50 തേങ്ങയൊക്കെ കിട്ടുന്ന തെങ്ങുകൾക്ക് ഒരു വർഷം 750 ഗ്രാം യൂറിയയും 800 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും 1 കിലോ 400 ഗ്രാം പൊട്ടാഷ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യമാണ് കൊടുക്കേണ്ടത്. ഇത് 2 തവണകളായിട്ട് കൊടുക്കണം. ഈ അളവിൻ്റെ 1/3 കാലവർഷത്തിന് മുമ്പായിട്ടും ബാക്കി 1/2 ഭാഗം തുലാവർഷം തീരുന്നതിന് മുമ്പും കൊടുക്കണമെന്നാണ്. അപ്പം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ 1ാമത്തെ ഡോസ് കൊടുക്കേണ്ട സമയമാണ്. ഇനി 2ാമത്തെ ഡോസ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തുലാവർഷം തീർന്നു പോകുന്നതിന് മുമ്പ് ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ 1/2 കിലോ മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നത് 2ാം വളമായിട്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങളും കൃത്യമായിട്ട് 3 കൊല്ലം ഒരു തെങ്ങിന് ചെയ്യുന്ന ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം 4ാം കൊല്ലം മുതൽ അദ്ദേഹത്തിന് ഒരു സ്റ്റഡിയായിട്ടുള്ള വിളവ് പ്രതീക്ഷിക്കാം. പിന്നെ രോഗങ്ങളും കീടങ്ങളുമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുമിൾ രോഗങ്ങളാണ്. അതിലാണ് ഈ കൂമ്പ് ചീയൽ അല്ലെങ്കിൽ ബഡ് റോട്ട് എന്ന് പറയുന്ന അസുഖം വരുന്നത്. അപ്പം നമ്മുടെ ബാല്യ ശൈശവ ദശകളിലുള്ള തെങ്ങുകൾ, അതായത് തൈത്തെങ്ങുകളിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ കൂമ്പ് ചീയൽ കൊണ്ടാണ്. അപ്പോൾ കൂമ്പ് ചീയൽ എപ്പോഴും വരുന്നതിൻ്റെ ഒരു കാരണം ഈ തൈ നട്ട തടങ്ങളിൽ പുറമേ നിന്നുള്ള വെള്ളം വന്ന് കെട്ടി നിന്ന് അതിൻ്റെ കൂമ്പ് ഭാഗത്തേക്ക് ഈർപ്പം പിടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ഈ റീസെൻ്റായിട്ട് അടുത്ത കാലത്തായിട്ട് നട്ട തൈത്തെങ്ങിൻ്റെ തടങ്ങളിൽ പുറമേ നിന്നുള്ള വെള്ളം വന്ന് ഇറങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. അത് വരാതിരിക്കാനായിട്ട് ഒരു തടത്തിന് ചുറ്റും ഒരു മണ്ണ് കൊണ്ടുള്ളൊരു ബണ്ട് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രതിരോധ മരുന്നുകളാണ്. ഇപ്പം കോപ്പർ അടങ്ങിയ, ചെമ്പടങ്ങിയ മരുന്നുകളാണ് ഏറ്റവും സർവ്വസാധാരണമായിട്ട് നമ്മൾ ഫംഗൽ രോഗങ്ങൾക്കെതിരെ ശുപാർശ ചെയ്യുന്നത്. ഇപ്പം ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് ഈ രൂപത്തിലുള്ള മരുന്നുകൾ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ നടുനാമ്പ് തെങ്ങിൻ്റെ ആ കൂമ്പ് ഭാഗത്തേക്ക് ഓരോ പുതിയ ഓല വരുമ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഫംഗസിനെ അകറ്റി നിർത്താൻ സഹായിക്കും.
പിന്നെ ബഡ്, ആ നടുനാമ്പ് എപ്പോഴും കൃഷിക്കാരൻ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് ഒരു ബ്രൗൺ നിറമോ ഒരു മഞ്ഞ നിറമോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ ഇൻഡോഫിൽ മാംഗോസെബ് എന്ന് പറയുന്ന മരുന്ന് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കോണ്ടാഫ് എന്ന് പറയുന്ന വ്യാപാരനാമമുള്ള ഹെക്സാകൊണാസോൾ എന്ന് പറയുന്ന മരുന്ന് 3 മില്ലി 300 മില്ലി 300 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ നടുനാമ്പ് കുതിർത്ത് കൊടുക്കാം. അപ്പോൾ തൈത്തെങ്ങുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ രോഗം വന്നിട്ടാണ്. അപ്പോൾ ഈ കാലവർഷക്കാലത്ത് തൈത്തെങ്ങുകൾക്കും തടി വിരിഞ്ഞു വരുന്ന തെങ്ങുകൾക്കും എല്ലാം തന്നെ ഈ കൂമ്പ് ചീയൽ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളും കൃഷിക്കാരൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ആ നാമ്പ് മഞ്ഞിക്കുന്നു എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അതെ. അപ്പോൾ എല്ലാ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൃഷിക്കാരൻ ഈ ചെടികളെ ഒന്ന് നിരീക്ഷിച്ച് ആ നടുനാമ്പിന് എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന വിളയാണ് വാഴ. കൃഷിഭവനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പം വിളനാശം സംഭവിക്കുക, ഏറ്റവും കൂടുതൽ വിളനാശം സംഭവിക്കുന്നത് വാഴയ്ക്കാണ്. ശക്തമായ ഒരു കാറ്റോ കുറച്ച് നാൾ നേരത്തേക്ക് വെള്ളം കെട്ടി നിൽക്കുകയോ സംഭവിക്കും, പെട്ടെന്ന് വാഴ മറിഞ്ഞു പോകുന്നു. അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? അതോടൊപ്പം തന്നെ വാഴയുടെ മറ്റു പരിചരണങ്ങളോ ഈ മഴക്കാലത്ത് എന്തൊക്കെ ചെയ്യാമെന്ന് വിശദമാക്കാമോ? പഴമ്പച്ചക്കറി കൃഷിക്കാർ, പ്രത്യേകിച്ചും പാട്ടകൃഷിക്കാർ ഏറ്റവും കൂടുതൽ ഇടപെടുന്നൊരു മേഖലയാണ് നേന്ത്രവാഴ കൃഷി. അപ്പം നേന്ത്രവാഴയുടെ വിളവെടുപ്പ് ഓണക്കാലവുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നത് അത് മിക്കവാറും വാഴകൾ ഓണക്കാലത്തേക്ക് ഓണക്കാലം ലാക്കാക്കി വെച്ചിരിക്കുന്ന വാഴകൾ കുലച്ച് കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെടിയുടെ അതിൻ്റെ ഭാരം കൂടുന്നൊരു സമയമാണ്. അപ്പോൾ ഏത് സമയത്തും ഇതുപോലെയുള്ള കാറ്റൊക്കെ അതിനെ മോശമായിട്ട് ബാധിക്കാം. അപ്പോൾ കൃഷിക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ സമയത്ത് ഉണങ്ങിയ മുഴുവൻ ഓലകളും തടയോട് ചേർത്ത് മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. കാരണം അതിന് ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഇങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ നിൽക്കുമ്പോൾ അത് വെള്ളം അബ്സോർബ് ചെയ്ത് കൂടുതൽ വെയിറ്റ് അതിനകത്തേക്ക് വരും. അപ്പോൾ എപ്പോഴും വാഴത്തോട്ടത്തിൽ പച്ച നിറത്തിലുള്ള ഇലകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള ഒരു തത്വം. അതായത് പച്ച നിറം മാറുന്ന എല്ലാ ഇലകളും തടയോട് ചേർത്ത് തന്നെ മുറിച്ച് മാറ്റാനായിട്ട് കൃഷിക്കാരൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1. 2, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വരാവുന്നത് ഇലപ്പുള്ളി രോഗമാണ്. സിഗാറ്റോഗ എന്ന് പറയുന്ന ഫംഗസ് രോഗമാണ്. അപ്പോൾ ഇടവിട്ട് മഴയും വെയിലും നിൽക്കുകയും വാഴത്തോട്ടത്തിൽ വേണ്ടത്ര വായു സഞ്ചാരമോ സൂര്യപ്രകാശ ലഭ്യതയോ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഈ നീരാവി ട്രാപ്ഡ് ആവും. അപ്പോൾ ആദ്യം ഒരു ഇലയിൽ മഞ്ഞളിപ്പും ഇലപ്പുള്ളിയും വരുന്നു, അത് അടുത്ത ഇലയിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നു. അങ്ങനെ ആഴ്ചകൾ കൊണ്ട് കൂടുതൽ ഇലകൾ ആ വാഴയ്ക്ക് നഷ്ടമാകും. അപ്പോൾ ഇലപ്പുള്ളി രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1, ഉണങ്ങിയ ഇലകളെല്ലാം, കേട് ബാധിച്ച ഇലകളെല്ലാം അപ്പം മുറിച്ച് മാറ്റുക. 2, ഇടച്ചാലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴുക്കി സുഗമമാക്കി അതിനെ പുറത്ത് കളയുക. 3, പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം പൊട്ടാഷ് രൂപത്തിൽ കൃത്യമായിട്ട് തുടക്കം മുതലേ തന്നെ 4 ഇല വരുമ്പോൾ ഒരു മേൽവളം എന്നുള്ള രീതിയിൽ 100 ഗ്രാം വെച്ച് പൊട്ടാഷ് വളം കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നൈട്രജൻ വളങ്ങൾ ക്രമീകരിക്കുകയും പൊട്ടാഷ് വളം കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഫംഗസ് രോഗങ്ങൾ വലിയൊരളവിൽ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ കുലയ്ക്കുന്ന സമയമാകുമ്പോൾ അതിന് താങ്ങ് കൊടുക്കുക. ഇപ്പോൾ കഴ ഉപയോഗിച്ച് തന്നെ ചെയ്യണമെന്നില്ല, കയറും മറ്റ് റോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. പിന്നെ കൃഷിക്കാരൻ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന വാഴകൾ മുഴുവൻ മുൻകൂറായിട്ട് തന്നെ അതിൻ്റെ കറക്റ്റ് സമയത്ത് ഇൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വാഴ പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കൃഷിക്കാരന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക, കേടായ ഇലകളൊക്കെ അപ്പോൾ നീക്കം ചെയ്യുക, ഇടച്ചാലുകളിലെ വെള്ളം കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുക. പിന്നെ ബോഡോ മിശ്രിതം, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ബോഡോ മിശ്രിതം ഇലകളിൽ മുഴുവൻ തളിച്ച് ഒരു പ്രതിരോധ ശേഷി കൊടുക്കുക, താങ്ങ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷിക്കാരൻ അനിവാര്യമായിട്ടും ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സ്വന്തം വിളയെന്ന് പറയുന്നത് കുരുമുളകായിരിക്കും. കറുത്ത പൊന്ന് എന്ന് നമ്മൾ പറയപ്പെടുന്നു. ഈ കുരുമുളക് കേരളത്തിൻ്റെ ഓരോ വീടുകളിലും ഉണ്ടാവും. അതിന് കായ്ക്കാൻ വേണ്ടി ആണ് ശരിക്കും 2000 തൊട്ട് 3000 മില്ലിമീറ്റർ മഴ ആവശ്യമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ മഴയിൽ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് അതിനെ ബാധിക്കുന്ന ഒരു രോഗം, അതായത് ദ്രുതവാട്ടം. അപ്പം ഈ ദ്രുതവാട്ടത്തെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം?
എങ്ങനെയാണ് അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശദമാക്കാമോ സർ? ഇപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സുഗന്ധ വിളയാണ് കുരുമുളക്. അപ്പോൾ കേരളത്തിലെ കുരുമുളക് അന്താരാഷ്ട്ര പ്രശസ്തവുമാണ്. അപ്പോൾ അതിൽ ഈ സമയത്ത് കൃഷിക്കാരൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ കുരുമുളകിൻ്റെ ചെടിത്തടത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വെട്ടുകളെ തീർത്തും ഒഴിവാക്കണം. കാരണം കുരുമുളകിൻ്റെ വേരുകൾക്ക് എന്തെങ്കിലും ചെറിയ മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ മുറിവിലൂടെ ഈ ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഫംഗസ് കടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ കൊടിത്തടങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വെട്ടുകളെയും ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, പരമാവധി കരിയിലകൾ, ജൈവ അവശിഷ്ടങ്ങൾ ഈ തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് അവിടെ ഈ ഇത്തരം ബുദ്ധിമുട്ടുകൾ, മണ്ണ് ഒലിച്ചു പോകുന്നത് തടയാനൊക്കെ സഹായിക്കും. പിന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബോഡോ മിശ്രിതം, 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അതിൻ്റെ ഇലകളിലും തണ്ടിലും കടഭാഗം കുതിരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഈ ദ്രുതവാട്ടം എന്ന് പറയുന്ന ഫംഗസ് രോഗം, അതിമാരകമായ ഫംഗസ് രോഗം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. സ്യൂഡോമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം കുതിർക്കുക, അതും ഈ രോഗം വരാതിരിക്കാനുള്ള മാർഗമാണ്. പിന്നെ മറ്റൊന്ന്, ഈ താങ്ങുമരത്തിൻ്റെ ചില്ലകളുടെ തണൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് പരമാവധി ആ ചില്ലകൾ കോതി ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ മഴവെള്ളം എല്ലാ തിരികളിലും എല്ലാ ഇലകളിലും വീഴാനും ഒരു പരിധിവരെ അതിൻ്റെ പരാഗണം സുഗമമാകാനും ആ തിരികളിൽ തിങ്ങി നിറഞ്ഞ് മണികൾ ഉണ്ടാവാനുമൊക്കെ ഈ മഴക്കാലം സഹായിക്കും. അപ്പോൾ ചുവട്ടിൽ വലിയ ഇടപെടലുകൾ നടത്താതിരിക്കുക, മുൻകരുതലായിട്ടുള്ള കുമിൾനാശിനി പ്രയോഗം ചെയ്യുക, ഈ താങ്ങുമരത്തിൻ്റെ ചില്ലകൾ ശരിയായിട്ട് ക്രമീകരിച്ച് നല്ല സൂര്യപ്രകാശവും മഴവെള്ളവും ഈ ഓരോ ഇലയിലും തിരിയിലും വീഴാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് കൃഷിക്കാർ ചെയ്യേണ്ടത്. മറ്റൊരു വിളയാണ് പച്ചക്കറി. അതായത് ഈ മഴക്കാലത്ത് നമ്മൾ കൂടുതലും പച്ചക്കറിക്ക് റെയിൻ ഷെൽട്ടർ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ റെയിൻ ഷെൽട്ടർ കൂടാതെ ഓപ്പണായിട്ട് മഴയുള്ള സമയത്ത് കൃഷി ചെയ്യുന്ന പച്ചക്കറി വിളകളെ ഇതെല്ലാം എന്നും പറയണം. അതോടൊപ്പം നമ്മൾ സർക്കാർ പുതുതായി കൊണ്ടുവരുന്നതാണ് ഒരു പദ്ധതിയാണ് ഓണത്തിന് ഒരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. അപ്പം കർഷകർ ഓണത്തിലേക്ക് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഈ ഇടവപ്പാതിയിൽ എന്തൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചെയ്യണം, ഇതെല്ലാം പച്ചക്കറി ചെയ്യാം എന്ന് പറയാം. ഇപ്പോൾ മലയാളിക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറിയുടെ ആവശ്യം വരുന്നൊരു കാലം ഓണക്കാലമാണ്. അപ്പോൾ ഇത്തവണ ഓണം ഏതാണ്ട് ഓഗസ്റ്റ് 25, 26 തീയതികളിലൊക്കെയാണ്. അപ്പോൾ ഒരു ഓണക്കാലത്തിന് മുമ്പ് ഒരു 60-70 ദിവസം മുന്നേ എങ്കിലും കൃഷി ആരംഭിച്ചാൽ മാത്രമേ ആ സമയത്ത് വിളവെടുപ്പ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ പച്ചക്കറി കൃഷി ആരംഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൂക്കൃഷിയും ഇപ്പോൾ ആൾക്കാർ ഓണത്തിന് പൂക്കൃഷിയും, അപ്പോൾ ഈ രണ്ട് പച്ചക്കറിയും പൂക്കൃഷിയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന് പറയുന്നൊരു പരിപാടി നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നീർവാർച്ച. നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളം ആവശ്യത്തിലധികം നിൽക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് അത് വാരം കോരുകയോ അല്ലെങ്കിൽ ഉയരത്തിൽ പണകൾ കോരി കൃഷി ചെയ്യുന്നൊരു രീതിയാണ്. രണ്ട്, കുമ്മായ പ്രയോഗം കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണ്ണ് കൂടുതൽ അസിഡിക്കാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തടം അല്ലെങ്കിൽ വാരം തയ്യാറാക്കുമ്പോൾ ഒരു സെൻറ്റിന് 2 കിലോഗ്രാം എന്നുള്ള അളവിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് മണ്ണിനെ ഇളക്കി 2 ആഴ്ച ഇടാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു 80 കിലോയെങ്കിലും, ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് 80 കിലോയെങ്കിലും വരുന്ന അളവിൽ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ചകിരിച്ചോറിൻ്റെ ഭാഗങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഈ 80 കിലോ എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. കൂടാതെ ഒരു സെൻറ്റിന് 2 കിലോഗ്രാം പൊടിച്ച വേപ്പിൻ പിണ്ണാക്കും 2 കിലോഗ്രാം എല്ലുപൊടിയും കൂടി കൊടുക്കുന്നത് ഈ മണ്ണിനെ സമ്പുഷ്ടീകരിക്കും. അപ്പോൾ അടിസ്ഥാന വളം ശുപാർശിത അളവിൽ ചേർത്ത് മണ്ണിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ പറിച്ചു നടേണ്ട വിളകൾ പ്രധാനമായിട്ടും വഴുതന, മുളക്, തക്കാളി പോലെയുള്ള വിളകളാണ്. അപ്പോൾ അത് നല്ല ആരോഗ്യമുള്ള ഒരു 4 ആഴ്ചയെങ്കിലും പ്രായമുള്ള തൈകളായിട്ട് വേണം പറിച്ചു നടാൻ. അതേസമയം മറ്റ് എല്ലാ പച്ചക്കറികളും, വെണ്ടയും പയറും പാവൽ, പടവലം, വെള്ളരി, ഇതൊക്കെ തന്നെ നമുക്ക് തടങ്ങളിൽ നേരിട്ട് തന്നെ വിതയ്ക്കാവുന്നതാണ്. അത് തൈ തന്നെ പറിച്ചു നടണം എന്ന് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ അത് വിത്ത് വിതയ്ക്കാനും പറിച്ചു നടേണ്ട വിഭാഗത്തിൽപ്പെട്ടവ പറിച്ചു നടാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും
ഈ ഫംഗസ് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഈ സമയത്തുള്ളത് കൊണ്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ തടങ്ങൾ കുതിർക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് കൃഷിക്കാർക്ക് അവലംബിക്കാം. പിന്നെ മണ്ണ് വഴി ഉള്ള വേരിൽ വരുന്ന രോഗങ്ങൾ തടയുന്നതിനായിട്ട് ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിളിൻ്റെ കൾച്ചർ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ കൂട്ടി കലർത്തി സമ്പുഷ്ടീകരിച്ച് ഓരോ തടങ്ങളിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് മണ്ണ് ഒരുക്കുന്നതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നീർവാർച്ച ഉറപ്പുവരുത്തുക, അടിസ്ഥാന വളം ചേർത്ത് മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക, സ്യൂഡോമോണാസ് ട്രൈക്കോഡെർമ പോലുള്ളവയുടെ ഉപയോഗം ഉറപ്പിക്കുക. ഇതാണ് ഈ രോഗകീടങ്ങൾ വരാതിരിക്കാൻ ഈ സമയത്ത് കൃഷിക്കാർ ചെയ്യേണ്ടത്. ഞാൻ കൃഷിഭവനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ പ്രദേശത്തൊക്കെ മലയോര മേഖലകളിൽ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് 1-2 വർഷങ്ങളിൽ റബ്ബർ തോട്ടങ്ങളിൽ. അപ്പോൾ അവരെന്ത് ചെയ്യും, വളരെ കുറഞ്ഞ ചിലവിൽ പച്ചക്കറി, പ്രത്യേകിച്ച് വെള്ളരി വർഗ്ഗ വിളകളെല്ലാം ചെറിയ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട്, അതായത് മഴയെ മാക്സിമം ഉപയോഗപ്പെടുത്തി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതെ, നമ്മുടെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഈ സ്ഥലങ്ങളിലൊക്കെ ഈ സമയത്ത് ഈ വലിയ കുന്നിൻ പ്രദേശങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങൾ വളരെ മിനിമൽ കോസ്റ്റിൽ ഒരുപാട് കളനിയന്ത്രണമൊന്നും ചെയ്യാതെ ഈ ചുരയ്ക്ക, വെള്ളരിക്ക, മത്തങ്ങ ഇതൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം അവിടെ മണ്ണൊലിച്ചു പോകാതെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കളനിയന്ത്രണം കാര്യക്ഷമമാക്കി രോഗം വരാതെ നോക്കുക. പിന്നെ ചരിഞ്ഞ സ്ഥലങ്ങളാകുമ്പോൾ ഡ്രെയിനേജ് പ്രോപ്പറായിരിക്കും, അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് അത്തരം സാഹചര്യങ്ങൾ കർഷകർക്ക് ഉപയോഗപ്പെടുത്താം അല്ലേ, മാക്സിമം മഴയെ. കാരണം അത്തരം സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് ജലസേചന സൗകര്യം ഉണ്ടാവില്ല, അതേസമയം മഴക്കാലത്ത് സമൃദ്ധമായിട്ട് മഴവെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലം അവർ കൂടുതൽ അത് പ്രയോജനപ്പെടുത്താറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടു വളപ്പിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്, മിക്ക കർഷകരും ചെയ്യുന്നതാണ് ഇഞ്ചിയും മഞ്ഞളും. ഏകദേശം ഒരുമിച്ച് തന്നെയായിരിക്കും കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം ഉണ്ടാവും ചേമ്പ്. ഇവ ഈ മഴക്കാലത്ത് എങ്ങനെ കൃഷി ചെയ്യണം, അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എന്താണ്, അത് ലാഭകരമാണോ അല്ലെങ്കിൽ അത് അനിവാര്യമാണോ, അത് കൃഷി ചെയ്യാമോ? ഇപ്പോൾ ശരിയായ കാർഷിക കലണ്ടർ പിന്തുടരുന്ന ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചിയും ചേനയും ചേമ്പും ഒക്കെ നേരത്തെ നട്ടിട്ടുണ്ടാവും. കാരണം കുംഭമാസത്തോടു കൂടി, ഫെബ്രുവരി മാസത്തോടു കൂടിയാണ് നമ്മൾ സാധാരണ ചേന കൃഷി ആരംഭിക്കാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി നടാനുള്ള ഏറ്റവും നല്ല സമയവും ഈ കാർത്തിക ഞാറ്റുവേല എന്ന് പറയുന്ന ഏപ്രിൽ അവസാനം മെയ് മാസം ആദ്യമാണ്. അപ്പം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചേന, ഇഞ്ചി പോലെയുള്ളവയുടെ നടിയിൽ കഴിഞ്ഞിട്ടുണ്ടാവണം. അതാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള സമയം. അതേസമയം മഞ്ഞൾ, ചേമ്പ് പോലെയുള്ള വിളകൾ ഈ സമയത്ത് ചെയ്യാം. കാരണം അത് ഇച്ചിരി വെള്ളമൊക്കെ കൂടി നിന്ന് കഴിഞ്ഞാലും അതിനെ ടോളറേറ്റ് ചെയ്യുന്ന, സഹിക്കുന്ന വിളകളാണ്. അപ്പോൾ കിഴങ്ങുവർഗ്ഗ വിളകൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കാർഷിക വ്യവസ്ഥയിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിളയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പുകളിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ജൈവ രീതിയിൽ തന്നെ ഒരുപാട് രാസവളങ്ങളോ മരുന്നുകളോ ഉപയോഗിക്കാതെ തന്നെ വിളയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രതിരോധത്തിന്, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും അനുയോജ്യമായ വിളകളും കൂടിയാണ് കിഴങ്ങുവർഗ്ഗ വിളകൾ. അപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, കരിയിലകൾ, ഉണങ്ങിയ കരിയിലകൾ എത്ര കണ്ട് ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചിൽ ഇവരെല്ലാം തടത്തിൽ ചേർത്ത് കൊടുക്കാൻ കഴിയുമോ അത്ര കണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് കൂടുതൽ ഇളക്കമുള്ളതാവുകയും കൂടുതൽ വലിപ്പമുള്ള കിഴങ്ങുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ കാര്യമായി ഫംഗസ് രോഗങ്ങൾ ഒന്നും ഉണ്ടാവാറില്ല എങ്കിൽ പോലും സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആവശ്യമെങ്കിൽ 1 തവണയോ 2 തവണയോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ സഹായിക്കും. പിന്നെ കീടങ്ങളും വലിയ വ്യാപകമായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ വരാറില്ല. ഇലതീനി പുഴുക്കളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ബിവേറിയ എന്ന് പറയുന്ന മിത്ര കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കഴിഞ്ഞാൽ ബിവേറിയ ഈ പുഴുക്കൾ, ശലഭപ്പുഴുക്കൾ അതുകൊണ്ട് ക്രമീകൃതമാണ്. ഇഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരല്പമെങ്കിലും വെള്ളക്കെട്ട് ഇഞ്ചിത്തടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗസ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇഞ്ചി നിൽക്കുന്ന സ്ഥലത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഡ്രെയിനേജ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ ഈ കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ ബോഡോ മിശ്രിതം ഒഴിച്ച് തടം കുതിർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി അതിലും കാര്യങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അന്തർവ്യാപന ശേഷിയുള്ള മരുന്നുകളുടെ ആവശ്യകതയുണ്ടോ എന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണ്ട നടപടികൾ എടുക്കാവുന്നതാണ്. അപ്പോൾ കരിയിലകൾ പരമാവധി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക, മണ്ണ് കയറ്റി കൊടുക്കുക, മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ തടത്തിലേക്ക് അത് കയറ്റി കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ഇഞ്ചി കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് ചെയ്യേണ്ടത്. റേസ്ഡ് ബഡ് ഉപയോഗിക്കേണ്ടത്. അതെ, ഇഞ്ചി നമ്മൾ സാധാരണ പണകോരി, ഉയരത്തിൽ പണകോരി ചെയ്യുന്നൊരു വിളയാണ്. കാരണം ഈ ഡ്രെയിനേജ്
ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉയരത്തിൽ പണം കോരുന്നത്. അപ്പം വെള്ളം വീണ് കഴിഞ്ഞാലും അതങ്ങ് വാർന്ന് പോയിക്കൊള്ളും. എനിക്ക് കണ്ണൂർ വർക്ക് ചെയ്തപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ മാട്ടുമൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ കർഷകൻ. ആ കർഷകൻ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യും, വാഴ കൃഷി ചെയ്യും. അപ്പം അദ്ദേഹം ഇൻഷുർ ചെയ്യാനായിട്ട് എന്നോട് ഇൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലോട്ട് വിസിറ്റ് ചെയ്തു. ഒരു 5000 നേന്ത്രവാഴയാണ് കൃഷി ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം അത് ഇൻഷുർ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഓരോ വാഴയും പരിചരിക്കുന്ന കാണുമ്പോൾ വളരെ ഓരോ ഇതും നല്ല രീതിയിൽ പരിചരിക്കുന്നു. മോനും ഫാമിലിയൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടാമത് വീണ്ടും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പ്ലോട്ട് വെരിഫൈ ചെയ്തു, അതായത് കായ്ക്കുന്ന സമയത്ത്. അപ്പോഴദ്ദേഹം ഊന്ന് കൊടുക്കാനായിട്ടുള്ള മുളകളെല്ലാം വരുത്തി ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ പച്ചക്കറി ചെയ്തെങ്കിൽ ഇദ്ദേഹം ഇത് ഓസ് ഉപയോഗിച്ച് വെള്ളം നനയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞു, സാറേ നമ്മുടെ മാട്ടുമൽ ചന്ദ്രൻ്റെ വാഴ മുഴുവൻ ഒടിഞ്ഞു വന്നു. അപ്പം ഞങ്ങൾ പോയി ചെന്ന് നോക്കിയപ്പോൾ മുഴുവൻ ഒടിഞ്ഞ് നിൽക്കുന്നു. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ സ്വന്തം സ്ഥലമല്ല, പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത്. അപ്പം വളരെ ശാസ്ത്രീയമായി കാശ് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. പിന്നീട് ഇപ്പം ഞാൻ വിചാരിച്ചു പിന്നീട് അദ്ദേഹം ഈ കൃഷി ചെയ്യില്ല എന്നാണ് എൻ്റെ ധാരണയുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ജില്ലയിലെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് വരെ മേടിച്ചൊരു കർഷകനായി. ഇതിന് ഞാൻ പറയാൻ കാരണം, കർഷകൻ കൃഷി ചെയ്ത് ആ കരുത്ത് ആർജിക്കുന്നതോടൊപ്പം കൃഷി വകുപ്പിലെ കുറേ സബ്സിഡികളും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും അതോടൊപ്പം ഇൻഷുറൻസും ഇതെല്ലാം അവർ ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ കർഷകൻ അപ്പോൾ നിലനിന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാർ ഈ സമയത്ത് നമ്മുടെ കൃഷി വകുപ്പിലെ പ്രധാന സ്കീമുകളും ഇൻഷുറൻസിനെ കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും ഈ കാലാവസ്ഥാ വ്യതിയാനം കൃഷിക്കാരനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് മഴ പെയ്യാതിരിക്കുക, അപ്രതീക്ഷിതമായിട്ട് അതിവൃഷ്ടി ഉണ്ടാവുക, കാറ്റടിക്കുക. അപ്പം എപ്പോഴും കൃഷി ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കാലാവസ്ഥ അനുരോധമായിട്ട് കൃഷി ചെയ്യാനാണ് കൃഷിക്കാരൻ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ കേര പദ്ധതി തന്നെ വന്നിരിക്കുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് എങ്ങനെ നമ്മുടെ കൃഷി രീതികളെ വഴക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൂടിയാണ്. എൻ്റെ ഗവേഷണങ്ങളും ഒക്കെയാണ്. അപ്പോൾ കൃഷിക്കാരൻ പലപ്പോഴും, പ്രത്യേകിച്ചും വാഴക്കൃഷിക്കാരൻ, ഈ വാഴക്കൃഷിക്കാരെക്കുറിച്ച് ഒരു ചൊല്ല് തന്നെയുണ്ട്, വാഴ വെക്കുന്നവനെ അടിക്കണം എന്നൊരു ചൊല്ലുണ്ട്, ചേന വെക്കാത്തവനെയും അടിക്കണം എന്ന് പറയും. ഇത് അത്ര റിസ്കി ക്രോപ്പാണ് വാഴ. ഓരോ ഘട്ടത്തിലും കീടങ്ങൾ, രോഗങ്ങൾ, വെള്ളക്കെട്ട്, കാറ്റ്, ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വിലയിടിവ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ചില വർഷങ്ങൾ കൃഷിക്കാരനെ സംബന്ധിച്ച് നിർഭാഗ്യകരമായ വർഷങ്ങളായിരിക്കും. ഒന്നുകിൽ വില കിട്ടില്ല, എല്ലാം കടന്ന് മാർക്കറ്റിലെത്തുമ്പോഴായിരിക്കും മറുനാടൻ വിപണിയുടെ ഇടപെടൽ കൊണ്ട് വില കുറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കർഷകർ ഈ കാലവർഷത്തെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പദ്ധതിയാണ് വിള ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ കൃഷി വകുപ്പ് 2 തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇൻഷുറൻസ്, സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. 2 കേന്ദ്ര സംസ്ഥാന പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ ഒരു കൃഷിക്കാരൻ ഈ 2 പദ്ധതിയിലും പ്രീമിയം അടയ്ക്കാം. തുച്ഛമായ പ്രീമിയമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിലുള്ളത്. മറ്റ് പദ്ധതിയിലാണെങ്കിൽ ആ പ്രീമിയത്തിൻ്റെ ഒരു ഭാഗം കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായിട്ട് വഹിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിക്കാരൻ കുറച്ച് പൈസ അടയ്ക്കേണ്ടി വരും. അപ്പോൾ വാഴയ്ക്ക് ഒരു 60 ദിവസമൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഈ വാഴത്തോട്ടം മുഴുവൻ ഈ പ്രീമിയം അടച്ച് ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ് മനസ്സമാധാനത്തിന് കൃഷിക്കാരന് ഏറ്റവും നല്ലത്. കാരണം തൻ്റേതല്ലാത്ത ഇപ്പോൾ വന്യമൃഗശല്യം ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളൊരു വിഷയമാണ്. അപ്പോൾ വന്യമൃഗശല്യത്തിനും നമുക്ക് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ വിളനാശം വന്നു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. അപ്പോൾ കൃഷിക്കാരന് മനസ്സമാധാനത്തോടെ ഉറങ്ങാനും തൻ്റെ വിളയ്ക്ക് എന്തെങ്കിലും തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് നഷ്ടം വരികയാണെങ്കിൽ അതിനൊരു കൈത്താങ്ങ് എന്ന് പറയുന്നത് വിള ഇൻഷുറൻസ് തന്നെയാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ടൂൾ കൃഷിക്കാരനെ സംബന്ധിച്ച് വിള ഇൻഷുറൻസാണ്. അപ്പോൾ ഇത് ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ ഒരിക്കലും, അപ്പോൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും അവർ അത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് പ്രീമിയം അടച്ച് ഡിജിറ്റൽ രീതിയിലൂടെയാണ് ഇപ്പോൾ പ്രീമിയമൊക്കെ അടയ്ക്കേണ്ടത്. പിന്നെ മറ്റ് പദ്ധതികൾ നമുക്ക് സാധാരണഗതിയിൽ എല്ലാ വർഷവും കൃഷിഭവൻ നടപ്പാക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രാദേശിക ഗവൺമെൻറ്റുകളായിട്ടുള്ള ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെയും പദ്ധതികളുണ്ട്. അപ്പോൾ അത് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളായിരിക്കും. അവിടുത്തെ വിളയുടെ വ്യത്യാസം ഭൗമ പാരിസ്ഥിതിക മേഖലകൾക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്. അതുപോലെ കേരഗ്രാമം പോലെയുള്ള പദ്ധതികളുണ്ട്. ഈ കുരുമുളക്
തൈകൾ, വേരുപിടിപ്പിച്ച തൈകൾ സബ്സിഡി നിരക്കിൽ കിട്ടുന്ന പദ്ധതികൾ, നാളികേരത്തിൻ്റെ തൈകൾ സബ്സിഡി നിരക്കിൽ കിട്ടുന്ന പദ്ധതികൾ, പിന്നെ പൂക്കൃഷി ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സബ്സിഡികൾ. അങ്ങനെ ഒരു കൃഷിക്കാരൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഏത് വിളയാണോ ഗണ്യമായി ചെയ്യുന്നത് ആ വിള ചെയ്യുന്നതിനുള്ള സബ്സിഡികളാണ് നമുക്ക് ഉള്ളത്. അപ്പം ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ഈ സമയത്ത് കൃഷിക്കാർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക. ഒപ്പം നമ്മളുടെ എയിംസ് എന്ന് പറയുന്ന പോർട്ടലിലും കതിർ എന്ന് പറയുന്ന പോർട്ടലിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന പദ്ധതിയിലൊക്കെ തന്നെ കൃഷിക്കാരൻ്റെ എല്ലാ വിവരങ്ങളും, വിളവിവരങ്ങളും ഭൂവിവരങ്ങളും വായ്പാ വിവരങ്ങളും ഒക്കെ ചേർത്ത് ഈ രജിസ്ട്രേഷനും കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവർക്ക് താമസിയാതെ തന്നെ പേപ്പർലെസ് ആയിട്ട് ഡിജിറ്റൽ രീതികളിലൂടെ തന്നെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനുള്ള സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ഇടവപ്പാതിയിൽ കർഷകർക്ക് ഒട്ടേറെ ഗുണമായ കുറേ ഇൻഫർമേഷൻ നെല്ലിനായാലും വാഴയ്ക്കായാലും തെങ്ങിനായാലും ഒക്കെ സാറ് പറഞ്ഞു തന്നു. അപ്പോൾ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഈ നമ്മളിന്ന് ഈ അരമണിക്കൂറോളം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ കൃഷിക്കാർക്ക് പൊതുവിൽ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ അവർ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളുമായി. അപ്പോൾ വിള നശിച്ചതിന് ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും പ്രതിരോധ മാർഗങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുക എന്നുള്ളതാണെന്ന് പറയുന്നത് പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം നൽകിയ കേരയ്ക്കും നന്ദി പറയുകയാണ്. ഒപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കർഷകർ അതിൻ്റേതായ ഗൗരവത്തിലെടുത്ത് ഈ മഴക്കാലം വലിയ പരിക്കുകളില്ലാതെ കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്നും പ്രത്യാശിക്കുകയാണ്. താങ്ക് യു.